നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. തല്ലിപ്പിരിഞ്ഞ് അമ്മ ജനറൽ ബോഡി. ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജിവെച്ചു. അമ്മയിലെ അംഗത്വവും രാജിവെച്ച് ശ്വേതാ മേനോൻ. സംഘടന വീണ്ടും കുറ്റാരോപിതരുടെ കയ്യിലെന്നും ആരോപണം. ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. അമ്മ ഓർഗനൈസേഷൻ കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. തനിക്ക് നീതി ലഭിച്ചില്ലെന്ന അൻസിബ. രമേശ് പിഷാരടി കൺവീനറായി അഡ്ഹോക് സമിതി. പശ്ചിമേഷ്യൻ അന്തിമ കരാർ ചർച്ചകൾ സ്വിറ്റ്സർലൻഡിൽ. ഇറാനും യുഎസും മധ്യസ്ഥരായ പാകിസ്ഥാനും ഖത്തറും. തങ്ങൾക്ക് ആണവ യുദ്ധോപകരണങ്ങൾ വേണ്ടെന്നും നിർമ്മിക്കില്ലെന്നും ഉറപ്പു നൽകാമെന്ന് ഇറാൻ. സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശം ഉപേക്ഷിക്കില്ലെന്നും നിലപാട്. നീറ്റ് UG പുനഃപരീക്ഷ അവസാനിച്ചു. പരീക്ഷ നടന്നത് കനത്ത സുരക്ഷയിൽ. വീണ്ടും പരീക്ഷ എഴുതിയത് 22.79 ലക്ഷം വിദ്യാർത്ഥികൾ. കുറച്ചുകൂടെ ടഫ് ആക്കുമെന്നൊരു പേടിയുണ്ട്. കാരണം ആദ്യത്തെ കുറച്ച് ഈസി ആയിരുന്നല്ലോ. അപ്പൊ നല്ല ലെവല് കുറച്ച് കൂട്ടി വരുമോന്നൊരു ടെൻഷൻ. ജന്തർ മന്ദറിൽ സമരം തുടർന്ന് CJP. ചെന്നൈയിൽ സ്വകാര്യ കടൽ വിഭവ സംസ്കരണ ശാലയിൽ വാതക ചോർച്ച. മരണസംഖ്യ 7 74 പേർ ചികിത്സയിൽ. ഫാക്ടറി ഉടമ അറസ്റ്റിൽ. കൊച്ചിൻ ഷിപ്പ്യാർഡിലെത്തിച്ച കപ്പലിൽ പാക് അനുകൂല പരാമർശം. രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്ത് പോലീസ്. കപ്പൽ ലണ്ടൻ ആസ്ഥാനമായുള്ള കമ്പനിയുടേത്. ചോദ്യമുനയിൽ 150ഓളം തൊഴിലാളികൾ. കൊച്ചിയിലെ അവയവ മാഫിയയ്ക്ക് മേൽ പിടിമുറുക്കി ED. ആശുപത്രികളിലെ പരിശോധനയിൽ കിട്ടിയത് നിയമവിരുദ്ധ ഇടപാടുകളുടെ സുപ്രധാന രേഖകൾ. ഓരോ ആശുപത്രിയും ദാതാക്കൾക്ക് നൽകിയത് 5 മുതൽ 15 ലക്ഷം രൂപ വരെ. മാസപ്പടി കേസിൽ വീണ ടിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യും. 29-ന് ഹാജരാകണം. നീക്കം നിർണായക രേഖകൾ കിട്ടിയ സാഹചര്യത്തിൽ. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ ട്രസ്റ്റ് പിരിച്ചുവിടാൻ നീക്കം. നടന്നത് ഗുരുതര സാമ്പത്തിക ക്രമക്കേടെന്ന് കണ്ടെത്തൽ. കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം. അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന് പ്രതിപക്ഷം. ലോകകപ്പിൽ ആദ്യ ജയം തേടി സ്പെയിൻ. എതിരാളികൾ സൗദി അറേബ്യ. രാത്രി 12:30 ബെൽജിയം ഇറാൻ പോരാട്ടം. ഉറുഗ്വായ് കേപ്പ് വെർഡെ മത്സരം പുലർച്ചെ 3:30. ജനറൽ ബോഡി മീറ്റിംഗിലെ തർക്കങ്ങൾക്കൊടുവിൽ ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള അമ്മ ഭരണസമിതി രാജിവെച്ചു. അമ്മ അംഗത്വവും രാജിവെച്ചുവെന്നും സംഘടന കുറ്റാരോപിതർക്കൊപ്പമാണെന്നും യോഗശേഷം പുറത്തുവന്ന ശ്വേതാ മേനോൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഞാനും എൻ്റെ കമ്മിറ്റിയും റിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ശ്വേതാ മേനോൻ എന്ന അമ്മ എന്ന മെമ്പർഷിപ്പ് ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. അമ്മ ഓർഗനൈസേഷൻ പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കും തോന്നി കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതൊരു എജൻഡയായിരുന്നു. നമ്മളുടെ രജിസ്ട്രേഷൻ ഈ ഭാഗത്തായിരുന്നു. പക്ഷെ മിക്ക ആൾക്കാരും വലിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിശ്വാസം പ്രമേയം സൈൻ ചെയ്യിപ്പിച്ചു. നമ്മൾക്ക് ഒന്നും പറയാതെ നമ്മളോട് ഒരു ആദ്യമേ ഒരു എന്താ പറയാ എജൻഡ വെച്ചിട്ട് നമ്മളെ പുറത്താക്കാൻ നോക്കി. അപ്പോൾ എനിക്കൊരു വ്യക്തിത്വമുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ തുറന്നു പറയും. യെസ്, നമ്മളുടെ സമിതിയിൽ ഒരു ട്രഷറർ ഒരു എബ്സ്കോണ്ടർ ആയിരുന്നു. ഹി റാൻ അവേ ഓൺ 1st May. 1 തീയതി നമ്മളുടെ അമ്മ സംഘടനേന്റെ സ്റ്റാഫ് റിസൈൻ ചെയ്ത് പുറത്താക്കിയപ്പെട്ടപ്പോൾ ലേബറിലും പോലീസിലും കംപ്ലൈന്റ് ചെയ്തപ്പോൾ ഒരു മെയിലും കൊടുക്കാതെ ഒരു അറിവുമില്ലാതെ കമ്മിറ്റി ഒന്നും അറിയാതെ ഇവര് റിസൈൻ ചെയ്ത് മൂപ്പര് ഓടിപ്പോയി എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഒരുപാട് നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വീണ്ടും ഞാൻ പറയാണ്, സെപ്റ്റംബർ 1 തീയതി തൊട്ടുള്ള നമ്മൾ വന്നില്ല കമ്മിറ്റീന്റെ എല്ലാം കണക്ക് കറക്റ്റാണ്. അതിന്റെ മുമ്പേ
ബാബുരാജ് ചെയ്ത കമ്മിറ്റീൻ്റെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അത് ഇന്ന് വരെ ഞാൻ അമ്മ സംഘടനേൻ്റെ കാര്യങ്ങൾ പുറത്തു പറയാത്തത് ഓൺലി ബിക്കോസ് അത് നമ്മളുടെ ഒരു ചെറിയ സംഘടനയാണ്. പക്ഷെ ഇന്ന് എനിക്ക് ഒരു റിലീഫ് എന്ന് പറയുന്നത് ഇന്ന് ഞാൻ അമ്മ മെമ്പർ ഇല്ല. ഇന്ന് ഞാൻ അമ്മ മെമ്പർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തുറന്ന് പറയാനുള്ള ഇവിടെ ഈ നാട്ടിൽ കോടതിയും നിയമവും സത്യവും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ പ്രാഥമിക അംഗത്തെ രാജിവെച്ചു. ഞാൻ അങ്ങനെ പറയുന്നില്ല. ഒരു സൈഡ് പറയുന്ന നറേഷൻ മാത്രം വിശ്വസിക്കുന്നു. ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാത്ത ഒരു സിസ്റ്റത്തിന്റെ ആ ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അത് ഒരു ആരോപണമായിട്ട് ഞാൻ വിചാരിക്കുന്നു. കാരണം ഓഗസ്റ്റ് 15-ാം തീയതി അധികാരത്തിലേറിയ കമ്മിറ്റിയുടെ ഇന്നലെ മുതലുള്ള ബില്ലുകൾ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് നെഞ്ച് കൈവച്ച് പറയാൻ പറ്റും. ഈ സംഘടനയ്ക്ക് അങ്ങനെ ഒരാൾക്കും ഏത് കമ്മിറ്റി വന്നാലും അവർക്ക് അങ്ങനെ സാമ്പത്തിക തട്ടിപ്പോ ക്രമക്കേടുകളോ ഒന്നും നടത്താനായിട്ട് പറ്റില്ല. ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ റിപ്പോർട്ട് ബുക്ക് പുറത്തേക്ക് വിടാൻ പറ്റാതിരുന്നത് പോലും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തെ റിപ്പോർട്ട്സ് ഞങ്ങൾക്ക് പൂർണ്ണമാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അതിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ ഭരണസമിതിക്കാണ്, അല്ലാതെ ഞങ്ങൾക്കല്ല. കേൾക്കാതെ അഭിപ്രായങ്ങൾ പറഞ്ഞു എല്ലാവരും കൂടെ തമ്മിൽ ഒരു ചർച്ചയായി. എനിക്ക് പിന്നെ ഇവരൊക്കെ എന്ത് പറഞ്ഞാൽ ഞാനത് ആ പ്രായമൊക്കെ കഴിഞ്ഞല്ലോ തുള്ളാനുള്ള. എന്താണ് ഈ ഒരു പരിഹാരം, ഒരു മുന്നോട്ട് പോക്ക്? കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കുന്ന വിവരമുള്ള ഈ എന്താ പറയുക ചലച്ചിത്ര ലോകത്തിനെ പറ്റി ആധികാരികമായിട്ട് നല്ല ഭാഷയിൽ സംസാരിക്കാൻ അറിയാവുന്നവരെ ഭരണസമിതിയിൽ. ശ്വേത മേനോൻ വനിതാ കാർഡ് ഇറക്കിയെന്ന് നടൻ ബാബുരാജ് ആരോപിച്ചു. ഒരു ജനറൽ ബോഡി വിളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ജനറൽ ബോഡിയിൽ ഇതിനകത്ത് പറയുന്നുണ്ട് 21 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണം. മിനിമം റിക്വയർമെന്റ് ആണ്. ഇവിടെ ഇതുവരെ ഞങ്ങൾക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല. 1. 2, ഇന്നിവിടെ പാസ്സാക്കാൻ നിന്ന കണക്കുകൾക്ക് ട്രഷറർ ആയിട്ടില്ല, കണക്കുകൾ ശരിയല്ല. അതുപോലെ തന്നെ റിപ്പോർട്ട് പാസ്സായില്ല. അവർ പല പ്രാവശ്യം കെഞ്ചി ചോദിച്ചിട്ടും ഒരംഗം പോലും, ആദ്യം ഒരു 10 പേര് കൈവക്കി, പിന്നീട് ഒരംഗം പോലും കൈവക്കിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ എന്താണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത്രയും നാൾ ഇവർ ലേഡീസ് കാർഡ് ഇറക്കി കളിക്കായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ സ്ത്രീകളാണ് ഞങ്ങൾക്ക് അങ്ങനെ അത് പക്ഷേ അത് ഇവിടെ തന്നെ പൊളിച്ചടക്കിയിട്ടുണ്ട്. ആ അൻസിബ എന്ന് പറഞ്ഞ കുട്ടി ലാസ്റ്റ് കയറി പറഞ്ഞ് എല്ലാവർക്കും കണ്ണ് നിറയുന്ന പോലെയാണ് ആ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും സ്ത്രീകൾക്ക് തന്നെ ഇത്രയധികം ഉപദ്രവം നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു കമ്മിറ്റി അവർ തന്നെ രാജിവെച്ചു പോവുകയാണ് ഉണ്ടായത്. അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ വൻ തർക്കവും നാടകീയ രംഗങ്ങളും അരങ്ങേറി. വാർഷിക റിപ്പോർട്ടിലെ കണക്കുകളിൽ പിഴവുണ്ടെന്ന് രഞ്ജി പണിക്കർ ചൂണ്ടിക്കാട്ടിയതോടെ സിദ്ദിഖ്, ബാബുരാജ്, ഇടവേള ബാബു എന്നിവർ റിപ്പോർട്ട് പാസ്സാക്കുന്നതിനെ ശക്തമായി എതിർത്തു. യോഗത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നും പരാതിപ്പെട്ടപ്പോൾ ടിനി ടോം നിസ്സാരവൽക്കരിച്ചുവെന്നും നടി അൻസിബ സ്റ്റേജിൽ ആഞ്ഞടിച്ചു. ഉണ്ണി ശിവപാൽ തന്നെ മതവർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചതായും അൻസിബ ആരോപിച്ചു. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, ഏറ്റവും ഒടുവിൽ താരസംഘടന അക്ഷരാർത്ഥത്തിൽ അടിച്ചു പിരിഞ്ഞു എന്ന് പറയാം. ആരൊക്കെ ഏതൊക്കെ തട്ടുകളിലാണ്? മോഹൻലാൽ എന്ന പ്രധാനി പങ്കെടുത്തിരുന്നു, ഗണേഷ് കുമാർ എന്ന ആദ്യകാല അമ്മ അംഗം പങ്കെടുത്തിരുന്നു. ഇവരൊക്കെ ഇത്തരം സീനിയേഴ്സൊക്കെ എന്താണ് നിലപാട് സ്വീകരിച്ചത്? രഞ്ജിത്ത് പറഞ്ഞത് തന്നെയാണ്. എന്തായാലും അമ്മ വീണ്ടും അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ്. നേരത്തെ നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു വലിയ തർക്കമുണ്ടാവുകയും വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. അന്ന് സ്ത്രീകൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നായിരുന്നു പൊതുസമൂഹവും അല്ലെങ്കിൽ സംഘടനയിലെ ഒരു വിഭാഗം അംഗങ്ങളും ഒക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ പ്രതീക്ഷയും വീണ്ടും മാറിയിരിക്കുകയാണ്. ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഈ രാജിവെച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ ഉയർത്തുന്നത്. പക്ഷേ പ്രസിഡന്റ് ശ്വേതാ മേനോൻ പറയുന്നത് ഇതെല്ലാം കരുതിക്കൂട്ടിയുള്ള നീക്കമാണ്. ചില ഒരു കൂട്ടം കുറ്റാരോപിതർ സംഘടനയെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നാടകീയമായിട്ടുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ അവരാണ് ഈ പിന്നിലെന്നാണ് പ്രസിഡന്റ് ശ്വേതാ മേനോൻ രാജിവെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ശ്വേതാ മേനോൻ പ്രാഥമിക അംഗത്വം കൂടി രാജിവെച്ചിരിക്കുകയാണ് രഞ്ജിത്ത്. അതോടൊപ്പം തന്നെ ഈ അഡ്ഹോക് കമ്മിറ്റിയെ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത 4 മാസം ഇവരായിരിക്കും നയിക്കുക. എന്തായാലും പാലക്കാടിനൊപ്പം അമ്മയെയും നയിക്കാൻ
എത്തിയിരിക്കുകയാണ് രമേശ് പിഷാരടി. രമേശ് പിഷാരടിയാണ് കൺവീനർ. KB ഗണേഷ് കുമാർ മുൻ MLA ആണ്. നമുക്കറിയാം, നേരത്തെ അമ്മയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരാളായി നിന്ന വ്യക്തിയായിരുന്നു. അന്ന് ദിലീപിനെതിരെ വാദിക്കുന്നതിലൊക്കെ മുൻപന്തിയിൽ നിന്നൊരു വ്യക്തിയായിരുന്നു ഗണേഷ് കുമാർ. അതോടൊപ്പം തന്നെ സുരേഷ് കൃഷ്ണ, സാദിഖ്, റോണി, ആശ അരവിന്ദ്, ഷാജോൺ, കൃഷ്ണപ്രഭ, ദേവി ചന്ദന, ഇത്ര പേരാണ് ഇതിന്റെ അഡ്ഹോക് കമ്മിറ്റിയിലുള്ളത്. ഇവരായിരിക്കും ഇനി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക അടുത്ത 4 മാസം. അതും ഈ സംഘടനയിലെ തന്നെ ഈ വരവ് ചെലവ് കണക്കുകളൊക്കെ കാട്ടുന്നതിലൊക്കെ വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഇനി കണക്കാക്കുന്നതും അത്തരത്തിലുള്ള വീഴ്ചകൾ എന്നാണ് കണക്കിലുള്ള പിശക് ഇതെല്ലാം നോക്കുന്നതുമൊക്കെ ഈ അഡ്ഹോക് കമ്മിറ്റി ആയിരിക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, സംഘടന നടത്തുന്ന ഒരുപാട് നല്ല പ്രവർത്തനങ്ങളുണ്ട്. ഈ ആളുകൾക്ക് പെൻഷൻ നൽകുന്ന, ഈ വയ്യാത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കുള്ള പെൻഷൻ നൽകുക, അതോടൊപ്പം തന്നെ ഇൻഷുറൻസ്, ഇതടക്കമുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നതിന് വേണ്ടി സംഘടന കൃത്യമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയെ തീരുമാനിച്ചിരിക്കുന്നത്. ഇവര് ഇനി അതൊക്കെ ആയിരിക്കും നോക്കുന്നത്. ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇനിയൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രഞ്ജിത്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, മോഹൻലാൽ അടക്കമുള്ളവരുണ്ടായിരുന്നു. പക്ഷെ മോഹൻലാൽ എടുത്തിരിക്കുന്ന നിലപാട് എന്താണോ ഈ ജനറൽ ബോഡി തീരുമാനിക്കുന്നത്, ആ തീരുമാനവുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ മോഹൻലാലും പറഞ്ഞിരിക്കുന്നത്. വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു മോഹൻലാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതും. സംഘടനയെ ആരും തകർക്കാൻ നോക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. ഒപ്പം രഞ്ജി പണിക്കർ എങ്ങനെയാണ് ഈ ഒരു ജനറൽ ബോർഡ്, ഈ വാർഷിക ഈ കണക്കിനെ അതെങ്ങനെയാണ് നമ്മൾ അംഗീകരിക്കുക എന്ന് രഞ്ജി പണിക്കർ ചോദിച്ചു. അതോടൊപ്പം തന്നെ ഇടവേള ബാബു, ബാബുരാജ്, സിദ്ദിഖ്, ഇവർ 3 പേരും ഈ റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഒറ്റക്കെട്ടായി പറയുകയും അവർക്ക് വലിയ പിന്തുണ ഉണ്ടാവുകയും ചെയ്തു. ഒപ്പം ബാബുരാജ് പറഞ്ഞ, പോലീസ് പോലും കഴമ്പില്ല എന്ന് പറയുന്ന ഈ ഒരു പരാതിയിൽ പക്ഷേ ബാബുരാജ് പറഞ്ഞതെന്ന് വെച്ചാൽ അൻസിബയ്ക്കൊപ്പമായിരുന്നു സംഘടനയിലെ ഭൂരിഭാഗം അംഗങ്ങളും. ഒരു സ്ത്രീ എന്ന നിലയിൽ പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഈ വിഷയങ്ങളെല്ലാം കേൾക്കേണ്ടതായിരുന്നു. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും ശ്വേതാ മേനോന് കഴിഞ്ഞില്ല എന്നൊരു നിലപാടാണ് ബാബുരാജ് ഉന്നയിച്ചത്. എന്തായാലും ഇപ്പോൾ നിലവിലെ സംഘടനയിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ, ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ രാജിവെച്ചിരിക്കുകയാണ്. ഇനി അഡ്ഹോക് കമ്മിറ്റി ആയിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക. ഒപ്പം ഈ വരവ് ചെലവ് കണക്കുകൾ, ഉണ്ണി ശിവപാലാണ് ട്രഷറർക്ക് അടക്കം വലിയ വീഴ്ച സംഭവിച്ചു എന്നുകൂടിയാണ് ഇന്നത്തെ യോഗം വിലയിരുത്തിയത്. രഞ്ജിത്ത്, നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്ത, അത് പശ്ചിമേഷ്യയിലെ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാനുള്ള അന്തിമ കരാർ ചർച്ചകൾ സ്വിറ്റ്സർലൻഡിൽ ആരംഭിച്ചു. ഇറാനും US-ഉം കൂടാതെ മധ്യസ്ഥരായ പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും പ്രതിനിധികളും ചർച്ചകളുടെ ഭാഗമാണ്. ആണവായുധം തങ്ങൾക്ക് വേണ്ട എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു. ആണവ യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കില്ല എന്ന് ഉറപ്പു നൽകാൻ തയ്യാറാണെന്നും ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കുന്നു. അതേസമയം അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്ന യുറേനിയം സമ്പുഷ്ടീകരണം പാടില്ല എന്നുള്ള നിലപാടിൽ എതിർപ്പ് ഇറാൻ ഉപേക്ഷിക്കുന്നില്ല. അത് ഇറാനിയം സമ്പുഷ്ടീകരണം മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കുകയാണ് ഇറാൻ. മനു ഭാരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മനു, ഒരു കരാറുണ്ട് ഇവർക്ക് മുന്നിൽ ചർച്ചയ്ക്കായി. അതിൽ നിരവധി വ്യവസ്ഥകളുണ്ട്. ഇറാനുള്ള നഷ്ടപരിഹാരം അടക്കമുണ്ട്. അന്തിമ തീരുമാനമാകണം. എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ നില? രഞ്ജിത്ത്, ഒരു ശാശ്വത പരിഹാരത്തിന് വേണ്ടിയുള്ള ഒരു നീക്കം നടത്തുന്നു എന്നാണ് ഇപ്പോൾ ഖത്തർ അവകാശപ്പെടുന്നത്. ഖത്തറിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുള്ളത്, ഒരു ഹൈ ലെവൽ ടെക്നിക്കൽ എക്സ്പെർട്ട് കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട്. ഇത് ഈ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സാങ്കേതിക വശങ്ങൾ പരിശോധിക്കുക എന്നതായിരിക്കും ഈ സമിതിയുടെ ഒരു ദൗത്യം എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇറാൻ ഈ ആണവ ഊർജം അല്ലെങ്കിൽ ആണവായുധങ്ങളുടെ കാര്യത്തിൽ അവർ നൽകുന്ന ചില വാഗ്ദാനങ്ങൾ വലിയ ആശ്വാസം അന്താരാഷ്ട്ര സമൂഹത്തിന് പകരുന്നതാണ്. പക്ഷേ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിക്കാനുള്ള തങ്ങളുടെ അവകാശം അവർ വിട്ടുനൽകുന്നും ഇല്ല. ഒരുപക്ഷെ അതിൽ കൂടുതൽ വിട്ടുവീഴ്ചകൾ വേണ്ടി വന്നേക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം JD വാൻസ്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ്, ഒരു കാര്യം തറപ്പിച്ച് പറയുന്നു, ഈ ന്യൂക്ലിയർ കാര്യങ്ങൾ ഈ ചർച്ചയിൽ ഒരു ടോപ്പ് പ്രയോറിറ്റിയാണ്. ഇറാൻ്റെ ന്യൂക്ലിയർ വിഷയങ്ങൾ അല്ലെങ്കിൽ ആണവായുധം എന്ന വിഷയം ഈ ചർച്ചകളിലെ ഒരു ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമായി തന്നെ കാണുന്നു എന്ന് അമേരിക്ക വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് ഒരു വശത്ത്. പക്ഷേ
ഇവിടെ ഒരു ചെറിയ പ്രശ്നം, ലെബനനിലെ സെക്യൂരിറ്റി സോണിൽ നിന്ന് തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്നാണ് ഈ ഇസ്രായേൽ കാട്സ്, ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുന്നത്. അത് ഏത് തരത്തിലുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും എന്ന് വ്യക്തമല്ല. കാരണം ഈ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാൻ ആയി ഇറാൻ മുന്നോട്ട് വെച്ച ഒരു പ്രധാന കാരണം ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളാണ്, ലെബനനിൽ നടത്തുന്ന ആക്രമണങ്ങളാണ്. ഹെസ്ബുള്ളയും ഇസ്രായേലും ഒരു വെടിനിർത്തലിലേക്കൊക്കെ ധാരണകൾ എത്തിയിരുന്നെങ്കിലും പിന്നീടും ഈ ലെബനനിലേക്ക് ആക്രമണം നടക്കുന്നതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്ന ഘട്ടത്തിൽ ആണ് ഈ ഹോർമുസ് കടലിടുക്ക് തങ്ങൾ അടയ്ക്കുന്നു എന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ആ നിലപാടിൽ ഇനി അല്ലെങ്കിൽ ആ ഒരു നീക്കത്തിൽ ഇനി എന്ത് ചർച്ചകൾ ഉണ്ടാകും എന്നത് ഒരു പ്രധാന ഘടകമാണ്. അമേരിക്ക ഹോർമുസ് തങ്ങളുടെ നിയന്ത്രണത്തിലാണ്, അത് അടയ്ക്കാനൊന്നും കഴിയില്ല എന്ന് വ്യക്തമാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്ത്യയിലേക്ക് വരേണ്ട 3 കപ്പലുകൾ ഇത് അടയ്ക്കുന്നതിന് തൊട്ട് മുൻപ് വന്നു എന്ന വാർത്തകൾ വലിയ തോതിൽ ആശ്വാസം നൽകുന്നതും ആണ്. അപ്പോൾ മറ്റൊരു പ്രധാന ഘടകം ഈ ഖത്തറിൻ്റെ കൈവശമുള്ള $6 ബില്യൺ അത് ഇറാന് അവകാശപ്പെട്ടതാണ്. ഇറാൻ്റെ തടഞ്ഞുവെച്ച ആസ്തി എന്ന നിലയിലുള്ള ഈ $6 ബില്യൺ അത് എങ്ങനെ തിരിച്ചു നൽകും, അത് വകമാറ്റി ചെലവഴിക്കരുത് എന്ന് നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ആസ്തികൾ എങ്ങനെ വിട്ടു നൽകും എന്നതിനെക്കുറിച്ചൊക്കെയുള്ള സാങ്കേതിക വശങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഏതായാലും സമാധാനത്തിലേക്കുള്ള ചുവടുകൾ എന്ന് തന്നെയാണ് ഈ ബർഗൻ സ്റ്റോക്കിൽ നടക്കുന്ന ഈ ചർച്ചയെ എല്ലാവരും വിലയിരുത്തുന്നത്. വലിയ തോതിൽ അത് സമാധാനത്തിലേക്ക് കാര്യങ്ങളെ അടുപ്പിക്കുമെന്നൊരു വിശ്വാസമാണ്. അതായത് അമേരിക്കയുടെ ഒരു ഇതിലോടുള്ള ആത്മാർത്ഥത കൂടുതൽ തെളിയുന്നു, ഇറാനും അതിനനുസരിച്ച് നീങ്ങുന്നു. ഏതായാലും പാകിസ്ഥാനും ഖത്തറും ഒക്കെ ഇതനുസരിച്ചുള്ള നടപടികൾ നടത്തുന്നുണ്ട്. ഈജിപ്തിലെ കൈറോയിൽ അവിടെ വിദേശകാര്യ മന്ത്രിമാരുടെ ഒരു യോഗം ചേർന്നിരുന്നു. അത് സൗദി അറേബ്യ, അതുപോലെ പാകിസ്ഥാൻ, തുർക്കിയെ തുടങ്ങിയ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ ആണ് അവിടെ ചേർന്നത്. വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിലും സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരണം എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആഗോളതലത്തിൽ ഒരു സമാധാനത്തിലേക്ക്, പശ്ചിമേഷ്യയിൽ സമാധാനം വരുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ ഈ ചർച്ചകളൊക്കെ സഹായിച്ചു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. രഞ്ജിത്ത്. ശരി, മനുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പേപ്പർ ചോർച്ചാ വിവാദങ്ങൾ തുടരുന്നതിനിടെ നടന്ന നീറ്റ് പുനഃപരീക്ഷ അവസാനിച്ചു. അതീവ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് പരീക്ഷ നടന്നത്. കർശന പരിശോധനയ്ക്ക് ശേഷമാണ് വിദ്യാർത്ഥികളെ ഹാളിൽ പ്രവേശിപ്പിച്ചത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിച്ച പരീക്ഷ 5:15 അവസാനിച്ചത്. നമ്മളെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ തവണത്തെക്കാളും എളുപ്പമായിരുന്നോ? നമ്മളെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയായിരുന്നു, അതോ അതിൽ എളുപ്പമായിരുന്നോ? ഫിസിക്സ് കുറച്ച് ടഫ്. ബയോളജി പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? ബയോളജിയും കമ്പാരിറ്റീവ്ലി സിമ്പിൾ. കഴിഞ്ഞ തവണത്തെ അപേക്ഷ നോക്കിയാൽ ഏതായിരുന്നു? ഫിസിക്സ് ആണ് കുറച്ച് ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടു. കഴിഞ്ഞ തവണ എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ സിമ്പിളായി, ഇത് ഇപ്പൊ ക്യാൻസൽ ചെയ്ത നീറ്റ് സിമ്പിളായിരുന്നു. അപ്പൊ അതിന് വെച്ച് നോക്കിയത് ടഫായിരുന്നു. ഫിസിക്സ് കുറച്ച് ടഫായിരുന്നു. ബാക്കി വലിയ കുഴപ്പമുണ്ടായില്ല. ഇല്ല, ബാക്കി വലിയ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ടഫായിരുന്നു. ഏത് വിഷയമാണ് കൂടുതൽ ടഫായി തോന്നിയത്? ഫിസിക്സ്. കഴിഞ്ഞ തവണ എങ്ങനെ തന്നെയായിരുന്നു? കടുപ്പായിരുന്നു. കഴിഞ്ഞ തവണത്തെക്കാൾ കടുപ്പായിരുന്നു. കഴിഞ്ഞ തവണ ഫിസിക്സ് ബുദ്ധിമുട്ടായിരുന്നു, ബയോളജി എളുപ്പമായിരുന്നു. ഇത്തവണ എങ്ങനെയായിരുന്നു? ഫിസിക്സ് കടുപ്പം തന്നെയാണ്. ബയോളജിയുടെ അവസ്ഥയോ? വലിയ കുഴപ്പമില്ല. ടഫാന്ന് തോന്നുന്നു. ഞാൻ ഫസ്റ്റ് ആയിട്ട് എഴുതുന്ന, റിപ്പീറ്റ് ചെയ്തില്ല. അപ്പൊ ടഫാന്ന് തോന്നുന്നു. എന്റെ അഭിപ്രായത്തിൽ ബയോളജിയിലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല. ബയോളജി അത്യാവശ്യം ഈസിയാ. കഴിഞ്ഞ തവണ ഏതായിരുന്നു ബുദ്ധിമുട്ട്? കഴിഞ്ഞ തവണ അത്യാവശ്യം എല്ലാം ഈസി ആയിരുന്നു. കഴിഞ്ഞ തവണ എഴുതിയാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ട്. ഇത്തവണ കണ്ടന്റ് ബേസ്ഡ് ചോദ്യം കൂടുതലുണ്ടായിരുന്നു അല്ലേ? ലൈവ് അറ്റ് 6 ഇടവേള. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ രാജ്യാന്തര തലത്തിലും ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന കാശ്മീർ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഭാവിയിൽ ഈ പ്രദേശം ചെന്നൈ തിരുവള്ളൂരിലെ സ്വകാര്യ കടൽ വിഭവ സംസ്കരണശാലയിലുണ്ടായ അമോണിയ വാതക ചോർച്ചയിൽ മരണസംഖ്യ 7ആയി.
74 പേർ ശ്വാസമുട്ടലും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളുമായി ചെന്നൈയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. തിരുവള്ളൂർ പെരിയപാളയത്തെ സെയിന്റ് പീറ്റേഴ്സ് പോൾ സീ ഫുഡ്സ് എക്സ്പോർട്സ് ഫാക്ടറിയിലാണ് ദുരന്തമുണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഫാക്ടറി ഉടമ ഡാനിയലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫാക്ടറിയിലെ സുരക്ഷാ വീഴ്ചകൾ അന്വേഷിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിനായി ഒരു പ്രത്യേക സമിതിയെ നിയോഗിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണികൾക്കായി എത്തിച്ച കപ്പലിൽ ഐ ലവ് പാകിസ്ഥാൻ എന്ന ചുവരെഴുത്ത്. സംഭവത്തിൽ രാജ്യദ്രോഹ കുറ്റത്തിന് പോലീസ് കേസെടുത്തു. ബ്രിട്ടൻ ആസ്ഥാനമായുള്ള കമ്പനിയുടേതാണ് കപ്പൽ. 150ഓളം തൊഴിലാളികളെ ചോദ്യം ചെയ്തു. പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം തുടരുകയാണ്. കൊച്ചിയിലെ ആശുപത്രികളിൽ നടന്ന പരിശോധനയിൽ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട സുപ്രധാന രേഖകൾ ലഭിച്ചെന്ന് ഇ ഡി. നിയമവിരുദ്ധ അവയവ കൈമാറ്റത്തിന്റെ രേഖകളാണ് കിട്ടിയത്. അവയവ ദാനം ചെയ്യുന്നവർക്ക് 5 മുതൽ 15 ലക്ഷം രൂപ വരെയാണ് നൽകിയിരുന്നത്. സ്വീകർത്താക്കളിൽ നിന്ന് 35 ലക്ഷം രൂപ വരെ ഇടനിലക്കാർ വാങ്ങിയിരുന്നു. ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടന്ന ശസ്ത്രക്രിയകളുടെ വിവരങ്ങളും പിടിച്ചെടുത്തു. മാസപ്പടി കേസിൽ വീണ വിജയനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യും. ഈ മാസം 29-ന് ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. SFIO രേഖകൾ കൂടി ലഭിച്ച പശ്ചാത്തലത്തിലാണ് ഇ ഡിയുടെ നീക്കം. ഈ മാസം 17-നാണ് വീണ വിജയൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ആദ്യ ചോദ്യം ചെയ്യലിനായി ഹാജരായത്. 9 മണിക്കൂറോളമാണ് ഇ ഡി ഉദ്യോഗസ്ഥർ വീണ തൈക്കണ്ടിയെ ചോദ്യം ചെയ്തത്. ഈ വിവരങ്ങൾ വിലയിരുത്തലിന് പുറമെ SFIO രേഖകൾ ലഭിച്ച പശ്ചാത്തലത്തിലാണ് അന്വേഷണ സംഘം തുടർ നീക്കം തുടങ്ങിയത്. വീണ കൈമാറിയ രേഖകളും SFIO രേഖകളും നിശ്ചിതമായി പരിശോധിച്ച ശേഷമാണ് അടുത്ത ഘട്ട ചോദ്യം ചെയ്യൽ നടക്കുക. കമ്പനിയുടെ അക്കൗണ്ടുകൾ വഴി നടന്ന സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരാനുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് കുറ്റക്കാരനെന്ന് പോലീസ്. അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം. രഞ്ജിത്തിനെതിരെ സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ഉണ്ടെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. ഫോർട്ട് കൊച്ചിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് അപമര്യാദയായി പെരുമാറി എന്ന പരാതിയിലാണ് കേസ്. കൊച്ചി DCPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിച്ചത്. കേസിൽ റിമാൻഡിലായ രഞ്ജിത്തിന് പിന്നീട് ജാമ്യം കിട്ടി. കേസിൽ അറസ്റ്റിലാകുമ്പോൾ രഞ്ജിത്തിനൊപ്പം ഉണ്ടായിരുന്ന നടനെയും സഹസംവിധായകയെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ രഞ്ജിത്തിന് ഒളിസങ്കേതമൊരുക്കാൻ ശ്രമിച്ചു എന്ന ആരോപണത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. യൂട്യൂബർ തൊപ്പിക്കെതിരെ കേസെടുത്ത് പോലീസ്. അശ്ലീല ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിലാണ് നടപടി. എറണാകുളം റൂറൽ സൈബർ പോലീസാണ് IT നിയമപ്രകാരം കേസെടുത്തത്. സുഹൃത്തുക്കളുടെ നഗ്ന വീഡിയോയാണ് തൊപ്പി പോസ്റ്റ് ചെയ്തതെന്നാണ് FIR. അനിശ്ചിതത്വത്തിനൊടുവിൽ പുതിയ KPC അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. മുഖ്യമന്ത്രി VD സതീശനും AK ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും കൊടിക്കുന്നിൽ സുരേഷിന് അനുകൂലമായ നിലപാടെടുത്തതാണ് സൂചന. അതേസമയം ബെന്നി ബെഹ്റാൻ, ആന്റോ ആന്റണി, ജോസഫ് വാഴക്കൻ തുടങ്ങിയവരും അവസാനഘട്ട ചർച്ചകളിൽ നേതൃത്വത്തിന്റെ പരിഗണനയിൽ ഇടം പിടിച്ചിരുന്നു. മുതിർന്ന നേതാക്കളുടെ പിന്തുണയോടെയാണ് മാവേലിക്കര MP കൂടിയായ കൊടിക്കുന്നിൽ സുരേഷിന് സാധ്യത വർദ്ധിക്കുന്നത്. KPC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ ഏത് സമയത്തും തയ്യാറാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തനിക്കെതിരെ ഫ്ലക്സ് വെക്കുന്നത് ആരെന്നറിയില്ല. 2 ചുമതലയും വഹിച്ചു പോകാനുള്ള പ്രയാസം നേതൃത്വത്തെ അറിയിച്ചുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. പറയാനുള്ളത് പാർട്ടി യോഗങ്ങളിൽ പറയുമെന്നും ഫ്ലക്സിലെ കാര്യങ്ങളും പരിഗണിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതെ, ഞാൻ ഈ ഫ്ലക്സ് ബോർഡ് വെക്കുന്നത് ആരാന്ന് പറയാൻ പറ്റില്ല. നല്ല ഉദ്ദേശത്തിൽ വെച്ചതാകാം, മോശം ഉദ്ദേശത്തിൽ വെച്ചതാകാം. ഞാൻ 2 ചുമതലയും വഹിച്ചു പോകാനുള്ള എൻ്റെ പ്രയാസം തന്നെ ഞാൻ തക്ക സമയത്ത് നേതൃത്വത്തെയും KPCCയുടെ യോഗത്തിൽ അറിയിച്ചു. എന്നോട് എപ്പോൾ പകരം ആളെ നിയമിച്ച് എപ്പോൾ ചുമതല കൈമാറണം എന്ന് പറഞ്ഞാലും ആ സെക്കൻഡിൽ ഞാൻ തയ്യാറാണ്. ഇപ്പോൾ ജോലിഭാരം കൂടുതലാണ്. എല്ലാ സഹകരണവും എല്ലാവരുടെയും സഹകരണവും. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ ക്ഷേത്ര ട്രസ്റ്റിനെതിരെ നടപടിയുണ്ടായേക്കും. ഗുരുതര സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ ട്രസ്റ്റ് തന്നെ പിരിച്ചുവിടാനാണ് നീക്കം. ക്ഷേത്രത്തിന് സംഭാവനയായി കിട്ടിയ തുകയിൽ കോടികളുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. വിശദമായ അന്വേഷണത്തിന് UP സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഇതിനിടെ സംഭാവന തട്ടിപ്പ് കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷ കക്ഷികൾ. വൻ ക്രമക്കേട് നടന്നിട്ടും ഇതുവരെ FIR പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ച രാജ്യം. പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിൽ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡാണ് ഇത്തവണ ദേശീയതല ആഘോഷങ്ങൾക്ക് വേദിയായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതു യോഗ പ്രോട്ടോകോൾ അധിഷ്ഠിത പരിശീലനത്തിന് നേതൃത്വം നൽകി.
उत्पन्न करता है। सर्वप्रथम दोनों हाथों को कमर पर रखिए, दुटो हाथ के कोमोड़े रखून। पहला अभ्यास गर्दन को आगे और पीछे झुकाने का अभ्यास। प्रथम अभ्यास घाड़ सामने एवं पिछने झुकानोर। श्वास जोड़ते हुए सिर और गर्दन। ലോകത്തിന്റെ മെച്ചപ്പെട്ട ഭാവിക്ക് യോഗ അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യോഗ കേവലം ഒരു ദിവസത്തെ ആഘോഷമായി ഒതുക്കരുതെന്നും മെച്ചപ്പെട്ട ആരോഗ്യത്തിനായി വർഷം മുഴുവൻ അത് പരിശീലിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. केवल शारीरिक श्रम का साधन नहीं है, योग किसी एक आयु वर्ग के लिए सीमित भी नहीं है। भारत में हम जानते हैं और देखते आए हैं, योग मानव के जीवन का चेतना के साथ, ऊर्जा के साथ एक प्रकाश भी है. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. PS അച്യുതാനന്ദൻ ദീർഘായുസ്സോടെ ഇരുന്നതിന്റെ രഹസ്യം യോഗയായിരുന്നുവെന്ന് മന്ത്രി മുരളീധരൻ വ്യക്തമാക്കി. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും യോഗാ ദിനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പരിപാടികൾ തലസ്ഥാനത്ത് നടന്നു. സാധാരണ ശ്വാസത്തിൽ 2 നിമിഷം നിലനിൽക്കുക. പത്തനംതിട്ട ഓമല്ലൂരിൽ എലോഷി വർഷിപ്പ് സെന്ററിൽ BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. സ്ഥാപനത്തിന്റെ മറവിൽ കുട്ടികളെയും മുതിർന്നവരെയും പീഡിപ്പിക്കുന്നതായുള്ള പരാതി പുറത്തു വന്നതോടെയാണ് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചത്. രാവിലെ പ്രാർത്ഥനയ്ക്കെത്തിയ വിശ്വാസികളെ പ്രതിഷേധക്കാർ തടഞ്ഞു. പാസ്റ്റർ ബിനുവിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം. ആരാധനാ സ്വാതന്ത്ര്യം നടപ്പിലാക്കണമെന്നും എലോഹി സെന്റർ തുറന്ന് നൽകണമെന്നും വിശ്വാസികളും ആവശ്യപ്പെട്ടു. സ്ഥലത്ത് സംഘർഷാവസ്ഥ രൂപപ്പെട്ടതോടെ പോലീസ് ഇടപെട്ടാണ് വിശ്വാസികളെ കടത്തിവിട്ടത്. തൃശൂർ നഗരത്തിലെ അനാശാസ്യ കേന്ദ്രത്തിൽ കൊലപാതകം. ഒഡീഷക്കാരനായ ധൻപതി നായിക്കാണ് കൊല്ലപ്പെട്ടത്. 4 സ്ത്രീകളും 2 പുരുഷന്മാരും അറസ്റ്റിലായി. പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് രാത്രിയുണ്ടായ മർദ്ദനത്തിലാണ് ഇയാൾക്ക് മാരകമായി പരിക്കേറ്റത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഒഡീഷക്കാരാണ് അനാശാസ്യ കേന്ദ്രം നടത്തിയിരുന്നത്. അതിഥി തൊഴിലാളികൾക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന ഈ കേന്ദ്രത്തെക്കുറിച്ച് നാട്ടുകാർക്കും പോലീസിനും വിവരമുണ്ടായിരുന്നില്ല. കൊല്ലപ്പെട്ട ധൻപതി നായിക്കിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ നൽകിയ വിവരത്തെ തുടർന്നാണ് ഈ അനാശാസ്യ കേന്ദ്രത്തെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ പുറത്തു വന്നു. കോഴിക്കോട് കുഞ്ഞിനെ കൊണ്ട് ബുള്ളറ്റിന്റെ ഹാൻഡിൽ നിയന്ത്രിച്ച യുവാവിന്റെ സാഹസിക യാത്ര. തിരുവമ്പാടി കൂടരഞ്ഞി പാതയിലാണ് ബുള്ളറ്റിന്റെ ടാങ്കറിലിരുത്തിയ കുഞ്ഞിന്റെ കയ്യിൽ വാഹനത്തിന്റെ ഹാൻഡിൽ വിട്ടുകൊടുത്തത്. തിരക്കുള്ള റോഡിലൂടെ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയായിരുന്നു യാത്ര. ഇരുവരും ഹെൽമറ്റ് പോലും ധരിച്ചിരുന്നില്ല. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. പത്മശ്രീ P. നാരായണക്കുറുപ്പിന്റെ സംസ്കാര ചടങ്ങുകൾ തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി PC. വിശ്വനാഥ്, ആരോഗ്യമന്ത്രി K. മുരളീധരൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, തിരുവനന്തപുരം മേയർ VV രാജേഷ്, V. മുരളീധരൻ MLA, ശ്രീകുമാരൻ തമ്പി ഉൾപ്പെടെയുള്ള പ്രമുഖർ, സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇനി ലോകകപ്പ് ആവേശം.
ലോകകപ്പിൽ നിന്ന് സ്പെയിൻ സൗദി അറേബ്യയെ നേരിടും. ആദ്യ മത്സരത്തിൽ കേപ്പ് വെർഡെയുമായി ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞ സ്പെയിനിന് ഇന്നത്തെ മത്സരം നിർണായകമാണ്. രാത്രി 9:30 മത്സരം. രാത്രി 12:30 ബെൽജിയവും ഇറാനും ഏറ്റുമുട്ടും. ആദ്യ മത്സരങ്ങളിൽ ഇരു ടീമും സമനിലയിലായിരുന്നു. നോക്കൌട്ട് ഉറപ്പിക്കാൻ 3 പോയിന്റുകൾ നിർണായകമാണ്. എച്ച് ഗ്രൂപ്പിലെ രണ്ടാം മത്സരത്തിൽ യുറുഗ്വായ് കേപ്പ് വെർഡെയെ നേരിടും. പുലർച്ചെ 3:30 മത്സരം. അരങ്ങേറ്റ മത്സരത്തിൽ മികവ് കാട്ടിയ കേപ്പ് വെർഡെയുടെ പ്രകടനത്തെ ആകാംക്ഷയോടെയാണ് ഫുട്ബോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്. രാവിലെ 6:30 നടക്കുന്ന മത്സരത്തിൽ ഈജിപ്തും ന്യൂസിലൻഡും ഏറ്റുമുട്ടും. വാൻകൂവറിലാണ് മത്സരം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,390, പവന് 1,07,120. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,055, പവന് 88,440. വെള്ളി ഗ്രാമിന് 250, കിലോയ്ക്ക് 2,50,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.